റിവിറ്റ് MEP മലയാളത്തിൻ്റെ 50ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ കർട്ടൺ വാളിൻ്റെ 2ാമത്തെ വീഡിയോ. കർട്ടൺ വാളിൻ്റെ 1ാമത്തെ വീഡിയോയിൽ കർട്ടൺ ഗ്രിഡ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോണത് ഞാൻ വരച്ച ഈ ഒരു കർട്ടൺ വാളിലേക്ക് ഫ്രെയിമുകൾ കൊണ്ടുവരണം. അതായത് ഇപ്പോൾ ഇവിടെ നോക്കി പറയും, ഇതിനകത്ത് ജസ്റ്റ് കർട്ടൺ ഗ്രിഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായത് ഇതിനെ കട്ട് ചെയ്ത് ഓരോരോ പാനലാക്കി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കണം. സപ്പോർട്ട് കൊടുത്താൽ മാത്രമാണ് ഇത് കൃത്യമായിട്ട് ഇതിനെ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഈ അലൂമിനിയം വെച്ചിട്ടുള്ള ഫ്രെയിം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് മുള്ളിൻസ് ഉപയോഗിച്ചാണ് നമുക്ക് അങ്ങനെയുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൊടുക്കേണ്ടത്. ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കർട്ടൺ വാൾ വരയ്ക്കണം. വരച്ചതിന് ശേഷം അതിനകത്തേക്ക് കൃത്യമായ ഡിസ്റ്റൻസിൽ കർട്ടൺ ഗ്രിഡ് കൊടുത്തതിന് ഓരോ പാനലായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അതിലേക്ക് മുള്ളിൻസ് കൊടുക്കണം. അപ്പോൾ മുള്ളിൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുള്ളിൻസ് സെലക്ട് ചെയ്യണം. ഓക്കെ, മുള്ളിൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലോർ ലെവൽ വന്നു കഴിഞ്ഞാൽ വരയ്ക്കാക്കത്തില്ല. ഓക്കെ, നമുക്ക് 3D ലെവലിലേക്ക് പോവാം. 3D ലെവലും കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതിന് ഏറ്റവും നല്ലത് സെക്ഷൻ വ്യൂയിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ഞാനിവിടെ ഒരു സെക്ഷൻ വ്യൂ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതുപോലെ സെക്ഷൻ വ്യൂ വരച്ചിട്ട് സെക്ഷൻ വ്യൂ ഇവിടെ നമുക്ക് മുള്ളിൻസ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് മുള്ളിൻ കൊടുക്കണം. മുള്ളിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആർക്കിടെക്ചറിലേക്ക് വന്നതിന് ശേഷം ഇവിടെ മുള്ളിൻ സെലക്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് എവിടെയാണോ മുള്ളിൻ വരേണ്ടത് ആ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയപ്പോഴേക്കും ഒരു ബ്ലൂ ലൈൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അവിടെ ജസ്റ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മതി, ആ ഒരു മുള്ളിൻ അവിടെ വരും. അതിനുശേഷം ഞാൻ 3D വ്യൂയിലേക്ക് വന്നു. 3D വ്യൂയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ മുള്ളിൻ നമുക്ക് നോക്കാം. കൊടുത്ത ഒരു മുള്ളിൻ എന്ന് പറയുന്നത് ഇതാണ്. ഒരു റെക്ടാങ്കുലർ ടൈപ്പ് മുള്ളിങ്ങാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ അത് ഇതുപോലെ വരും. എനിക്കിനി ഈ ഒരു മുള്ളിങ് അല്ല വരേണ്ടത്, വേറൊരു ടൈപ്പ് മുള്ളിങ് വേണമെങ്കിൽ നേരെ ടൈപ്പിലേക്ക് പോയാൽ മതി. അതിനുവേണ്ടി ഇവിടെ ആർക്കിടെക്ചറിലേക്ക് വന്നതിന് ശേഷം ഇവിടെ മുള്ളിങ് സെലക്ട് ചെയ്യണം. മുള്ളിങ് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ടൈപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കും. നമ്മൾ വോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ റെക്ടാങ്കുലർ മുള്ളിങ്ങാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം 13 mm സ്ക്വയറിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ എനിക്കിപ്പം ഞാൻ ഈ ഒരു മുള്ളിങ് സെലക്ട് ചെയ്യണം. അതായത് 50x150 എന്നുള്ളൊരു മുള്ളിങ്. ഓക്കെ, അതിനുശേഷം ഇവിടേക്ക് വന്നാൽ മതി, ഗ്രിഡിലേക്ക് കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ബ്ലൂ ലൈൻ കാണിച്ചു തരും. ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പോൾ പല ടൈപ്പ് മുള്ളിങ് ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഡിഫോൾട്ടായിട്ട് ഇവിടെ ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. അതല്ല എങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ എവിടെയെങ്കിലും ടൈപ്പ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നല്ലത് ഇപ്പോൾ ഇതിനകത്ത് എന്താണോ തന്നിരിക്കുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പം ഈ കോണർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ടൈപ്പ് മുള്ളിങ് ഉണ്ട്. ഇത് കോണറിൽ മാത്രമേ വർക്കാകത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ മുള്ളിങ് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഈ ഒരു കോണറിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, കോണറിലേക്ക് കൊടുക്കുമ്പോഴേക്കും ഇതുപോലെ വന്നിട്ടുണ്ട്. പക്ഷേ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ അത് സെലക്ട് ആകത്തില്ല. ഓക്കെ, കോണറിൽ മാത്രമേ വർക്കാകത്തുള്ളൂ. എന്നാൽ മുള്ളിനിൽ ഇപ്പം ഈ സർക്കിളും അതുപോലെ തന്നെ റെക്ടാങ്കിളും ഉപയോഗിക്കണമെങ്കിൽ അത് എവിടെ വേണമെങ്കിലും ഏത് എഡ്ജിൽ വേണമെങ്കിലും വർക്ക്. ഞാനിപ്പോൾ ഈ ഒരു സർക്കിളിൽ 25 mm എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു എഡ്ജിലേക്ക് കൊണ്ടുവന്നാൽ അത് ഇവിടെ സെലക്ട് ആവും, അതുപോലെ തന്നെ ഇവിടെ സെലക്ട് ആവും. എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. എന്നാൽ കോർണർ എന്ന് പറഞ്ഞാൽ കോർണറിൽ മാത്രമേ വർക്കാകത്തുള്ളൂ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത്, ഇപ്പം ഞാൻ ഈ മുള്ളിങ് എല്ലാം വരച്ചത് മാനുവലായിട്ടാണ്. 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് എടുത്ത് വരയ്ക്കണത്. എനിക്ക് ഡിഫോൾട്ടായിട്ട് തന്നെ ഇതെല്ലാം വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാം, മുന്നേ ഈ കർട്ടൺ ഗ്രിഡ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടാകും. ഡിഫോൾട്ടായിട്ട് ഒരു വോൾ വരയ്ക്കുമ്പോൾ തന്നെ ഡിഫോൾട്ടായിട്ട് കർട്ടൺ ഗ്രിഡ് വരുന്ന രീതിക്ക് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് മുള്ളിങ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കർട്ടൺ വോൾ സെലക്ട് ചെയ്യണം. കർട്ടൺ വോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എഡിറ്റ് ടൈപ്പിലേക്ക് പോയി. എഡിറ്റ് ടൈപ്പിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നോക്കുമ്പം കാണാം വെർട്ടിക്കൽ മുള്ളിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ മുള്ളിങ്സും ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇൻറ്റീരിയർ ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കർട്ടൺ വോളിൻ്റെ ഈ അകത്ത് വരുന്ന മുള്ളിങ്സിനെയാണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കമാൻഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ബോർഡർ 1ഉം ബോർഡർ 2ഉം. ഓക്കെ, ഈ ബോർഡർ 1 എന്ന് പറയുന്നത് എവിടെ നിന്നാണോ ഈ കർട്ടൺ വോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അത് ബോർഡർ 1ഉം എൻഡ് ചെയ്യുന്ന ഭാഗം ബോർഡർ 2ഉം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വെർട്ടിക്കൽ മുള്ളിങ്സിൽ ഇൻറ്റീരിയർ വരേണ്ടത് നോക്കാം. എനിക്കിവിടെ ഇൻറ്റീരിയർ വരേണ്ടത് 25 mm റേഡിയസ് ഉള്ളൊരു സർക്കിൾ മുള്ളിൻസ് ആണ് വരേണ്ടത്. ഓക്കെ, ഞാൻ അത് സെലക്ട് ചെയ്തു. അതിനുശേഷം ബോർഡർ 1, അതായത് ആ ഒരു കർട്ടൺ വോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം, അവിടെ എനിക്ക് വരേണ്ടത് കോർണറാണ് വരേണ്ടത്. അടുത്തായിട്ട് പിന്നെ ബോർഡർ 2 ആണ്, അതായത് കർട്ടൺ വോളിൻ്റെ എൻഡ് ചെയ്യുന്ന സ്ഥലം. അവിടെ എനിക്ക് വരേണ്ടത് കോർണർ മുള്ളിങ് ആണ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ കാണാം കൃത്യമായിട്ട് തന്നെ നമ്മൾ ആ കൊടുത്ത രീതിയിൽ തന്നെ ആ ഒരു മുള്ളിങ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഓക്കെ, നേരത്തെ നമുക്ക് അറിയില്ലായിരുന്നു ഏതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് എന്നുള്ളത്. അതായത് ബോർഡർ 1 എന്ന് പറയുന്നതാണ്. ഇവിടെ ഞാൻ എല്ലാണ് കൊടുത്തിരുന്നത്. മുള്ളിങ് തന്നെ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോഡാണ് ഈ സൈഡിൽ വന്നിരിക്കുന്നത്, ബൗണ്ടറി 2-ൽ. ഓക്കെ, പിന്നെ അകത്തെല്ലാം അതായത് ഇൻറ്റീരിയർ ടൈപ്പിലെല്ലാം വന്നിരിക്കുന്നത് റെക്ടാങ്കുലർ ടൈപ്പ് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഹൊറിസോണ്ടലായിട്ടും
കൊടുക്കാനായിട്ട് കഴിയും. ഇതിപ്പോൾ വെർട്ടിക്കലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് കൊടുക്കണമെങ്കിൽ നേരെ എഡിറ്റ് ടൈപ്പിലേക്ക് പോവുക. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഹൊറിസോണ്ടൽ മുള്ളിങ്സിനകത്ത് ഇൻറ്റീരിയർ എന്താണ് വേണ്ടത്, അതുപോലെ തന്നെ ബോർഡർ 1 എന്താണ് വേണ്ടത് എല്ലാം കൊടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മുള്ളിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത്. ഓക്കെ കർട്ടൺ വോളിൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം നമുക്ക് പുതിയൊരു കർട്ടൺ വോൾ വരയ്ക്കാം. ഞാൻ ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പുതിയൊരു കർട്ടൺ വോൾ വരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സിംഗിൾ പാനലായിട്ടിരിക്കുകയാണ്. അതിനുശേഷം എനിക്ക് ഇതിലേക്ക് കർട്ടൺ ഗ്രിഡ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ ആർക്കിടെക്ചറിലേക്ക് പോയി ഇവിടെ കർട്ടൺ ഗ്രിഡ് എടുത്തപ്പോഴേക്കും ഓൾ സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ കർട്ടൺ ഗ്രിഡിലേക്ക് വരികയാണെങ്കിൽ വന്നതിന് ശേഷം ഇവിടെ വെർട്ടിക്കലായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് എനിക്കിതുപോലെ ഒറ്റ സിംഗിൾ ലൈനായിട്ട് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ഞാൻ ഈ 1 സെഗ്മെൻ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ഇവിടെ ഒരു കട്ട് കൊടുക്കണം, താഴേക്ക് വരണ്ട. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് കൊടുത്ത് പോകാനായിട്ട് സാധിക്കും. ഇങ്ങനെ കട്ട് കൊടുത്തൊക്കെ പോകാനായിട്ട്, അതായത് സിംഗിളായിട്ട് കട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഈ ഒരു എഡ്ജിൽ കൊണ്ടുവച്ചാൽ മതി, നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാനായിട്ടൊക്കെ സാധിക്കും. അടുത്തായിട്ട് പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഓൾ അക്സെപ്റ്റ് പിക്കറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഹൊറിസോണ്ടലായിട്ട് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ട് എനിക്കൊരു കട്ട് കിട്ടും. പക്ഷേ അതിലെനിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏത് വേണ്ട എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. എനിക്കിപ്പോൾ സെൻറ്ററിൽ വേണ്ട, അതിനുശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് വരും. അതായത് ഞാൻ സെലക്ട് ചെയ്തത് അവിടെ നിന്ന് മൂവ് ആവും, ബാക്കി 2 കട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മുള്ളിങ്സിനകത്തും ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഗ്രിഡ് ലൈൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ താഴെ മേളിലോട്ടൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ഗ്രിഡ് ലൈൻ സെഗ്മെൻറ്റ് കൊടുക്കുകയാണ്. സെഗ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. എനിക്കിത് വേണം, ഇത് വേണം, അതുപോലെ ഇത് വേണം, ഇങ്ങനെയൊക്കെ കൊടുത്ത് പോകാനായിട്ടൊക്കെ സാധിക്കും. അടുത്തായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഗ്രിഡ് ലൈനാണ്. ഓൾ ഗ്രിഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ മുള്ളിങ്സ് വരും. നമുക്ക് നോക്കാം. ജസ്റ്റ് ഈ ഒരു എഡ്ജിലേക്ക് കൊണ്ടുവരിക, സെലക്ട് കൊടുക്കുക. ഇതുപോലെ മൊത്തത്തിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ മുള്ളിങ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കർട്ടൺ ഗ്രിഡിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം. ഇനി കർട്ടൺ ഗ്രിഡിൻ്റെ അടുത്തൊരു വീഡിയോയും കൂടെ ഉണ്ട്, കുറച്ച് കാര്യം കൂടെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ നോക്കാം.